ഈ വർഷത്തെ യൂറോയിൽ ആരാധകർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്ന മത്സരമായിരുന്നു സ്പെയിൻ വേഴ്സസ് ജർമ്മനി മത്സരം. ഈ യൂറോയിൽ ഏറ്റവും കൂടുതൽ അപകടകാരികൾ എന്നതിലുപരി മത്സരത്തിന് മുമ്പ് തന്നെ പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾക്കുള്ള മറുപടിയായി ലോകം കാത്തിരുന്ന മത്സരം. റഫറിയുടെ ചുണ്ടിൽ നിന്ന് വിസിൽ നാദം മുഴങ്ങിയതു മുതൽ ജർമ്മനിയും സ്പെയിനും തങ്ങളുടെ വിജയത്തിനായി പൊരുതി കളിച്ചു. ആരാണ് ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം സ്റ്റുട്ട്ഗാർട്ട് അരീനയിൽ ജർമ്മനിയും സ്പെയിനും നിറഞ്ഞു കളിച്ചു. ഒരു ഭാഗത്ത് യമാലും നീക്കോ വില്യംസും ഡാനിൽ ഓൾമയും ജർമ്മനിയുടെ പോസ്റ്റിലേക്ക് ആക്രമണങ്ങൾ അയച്ചുവിടുമ്പോൾ മുസേലയും സാനിയും ടോണി ക്രൂസുമെല്ലാം സ്പെയിനിനെ ലക്ഷ്യമാക്കി മുന്നേറ്റങ്ങൾക്ക് ചരട് വലിക്കുന്നു. അങ്ങനെ രണ്ട് ടീമും സമൃദ്ധമായി കളിച്ച ആദ്യ പകുതി പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ 0-0. എന്നാൽ മത്സരത്തിൻ്റെ 51-ാം മിനിറ്റിൽ ലാമിൻ യമാലിൻ്റെ അളന്നുമുറിച്ച പാസിനെ ജർമ്മനിയുടെ പോസ്റ്റിലേക്ക് നിറയൊഴിച്ചുകൊണ്ട് ഡാനിൽ ഓൾമോ വരവറിയിച്ചു. എന്നാൽ തിരിച്ചടിക്കാൻ ജർമ്മൻ പട നിരന്തരമായി പരിശ്രമിച്ചെങ്കിലും സ്പെയിനിൻ്റെ ഡിഫൻസിനെ മറികടക്കുന്നതിലും കൂടാതെ ഫിനിഷിംഗ് പോരായ്മയും ജർമ്മനിയെ പുറകോട്ട് വലിച്ചു. തൻ്റെ അവസാന യൂറോയിലൂടെ കടന്നു പോകുന്ന കാർവഹാലോയൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ജർമ്മനിയുടെ പല മുന്നേറ്റങ്ങൾക്കും വില്ലനായി അവതരിച്ചത് ഈ പ്രായം തളർത്താത്ത പോരാളിയായിരുന്നു. മത്സരം മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. 76-ാം മിനിറ്റിൽ ജർമ്മനിക്കൊരു സുവർണാവസരം വീണ് കിട്ടിയെങ്കിലും ക്രോസ് ബാർ അവിടെ തടയിട്ടു. ഒടുവിൽ മത്സരം 89-ാം മിനിറ്റിലേക്ക്. സ്പാനിഷ് പട വിജയം ഉറപ്പിച്ച സമയം. എന്നാൽ അവിടെയാണ് സൂപ്പർ സബിൻ്റെ വേഷമണിഞ്ഞു വന്ന ഫ്ലോറിയൻ വിർട്സ് സ്പാനിഷ് പടയുടെ ഡിഫൻസിനെയും ഗോൾ കീപ്പറെയും ഭേദിച്ച് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ഗോളിലൂടെ ജർമ്മനിക്ക് സമനില ഗോൾ നേടിക്കൊടുക്കുന്നത്. അതുവരെ ഉറങ്ങിക്കിടന്നിരുന്ന ജർമ്മനിയുടെ ഡഗൌട്ടിൽ നിന്നും ആർപ്പുവിളികൾ കേൾക്കാൻ തുടങ്ങി. ക്വാർട്ടർ ഫൈനൽ പോരാട്ടം ആവേശത്തിൻ്റെ പരക്കോടിയിലേക്ക്. എക്സ്ട്രാ ടൈമിൻ്റെ ആദ്യ പകുതിയും കഴിഞ്ഞ് രണ്ടാം പകുതിയായപ്പോൾ ഉറപ്പിച്ചതാണ് ഈ മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കാണ് പോകുന്നതെന്ന്. എന്നാൽ യൂറോ നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ലെന്നും ക്വാർട്ടർ ഫൈനൽ അവസാനിക്കുമ്പോൾ ക്ലൈമാക്സ് ആകെ മാറി മറിയുമെന്ന് ആരും കരുതിയില്ല. മത്സരത്തിൻ്റെ 119-ാം മിനിറ്റിൽ ഡാനിൽ ഓൾമയുടെ അളന്നുമുറിച്ച ക്രോസ് ജർമ്മനിയുടെ പോസ്റ്റിലേക്ക്. എന്നാൽ ജർമ്മൻ പ്രതിരോധത്തിലേക്ക് ഒരു പിടിയും തരാതെ മൈക്കിൾ മോറിനോയുടെ മനോഹരമായ ഹെഡർ ഗോൾ ജർമ്മനിയുടെ വലയിലേക്ക് തുളച്ചു കയറുന്നു. വാട്ട് എ കംബാക്ക് ഫോർ എസ്പാനിയ. ഒടുവിൽ മത്സരം അവസാനിക്കുമ്പോൾ ജർമ്മനിയെ 2-1 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി സ്പെയിൻ സെമി ഫൈനലിലേക്ക്. ഈ മത്സരത്തിൽ ഒരു ഗോളും അതുപോലെ തന്നെ അവസാന നിമിഷത്തിലെ വിന്നിംഗ് ക്രോസ് നടത്തിയ ഡാനിൽ ഓൾമോ എന്ന യുവ പോരാളിയെ നമ്മൾ വലിയ തരത്തിൽ പ്രശംസിക്കേണ്ടതുണ്ട്. അതുപോലെ ഡിഫൻസിൽ ഒരു യോദ്ധാവായി പടവെട്ടിയ കാർവഹാലോയും സ്പെയിനിൻ്റെ വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരാണ്. സ്പോർട്സ് ഡെസ്ക് ഫുഡ് ആൻഡ് ടൈം.